ഇന്ന് പാർലമെന്റിൽ ഇന്ത്യ ഭരിക്കുന്ന BJP ഗവൺമെന്റ് കൊണ്ടുവന്നൊരു ബില്ലിനെ പറ്റി ഡിസ്കഷൻ നടന്നു. അതായത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയക്കാരനോ മറ്റുള്ളവരോ, ഇൻക്ലൂഡിങ് പ്രധാനമന്ത്രിയുടെ പേര്, മുഖ്യമന്ത്രിയുടെ പേര് വരെ അങ്ങനെയുള്ളവരാണെങ്കിൽ പോലും അവർ 30 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർ മന്ത്രിയോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ലാതായി മാറുന്നു. പ്രധാനമന്ത്രിയുടെ പേര് ചുമ്മാ ചേർത്ത്. കാരണം BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരെങ്കിലും അറസ്റ്റ് ചെയ്യും, ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും. അത് ചുമ്മാതെ ഒരു ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആ സംഭവത്തിൽ നിന്ന് അതായത് വലിയൊരു കവറേജ് നടക്കുകയാണ്. അതായത് ഇന്ത്യ മുഴുവനും ശ്രദ്ധിക്കുന്ന രീതിയിൽ അതിൽ നിന്ന് മാറ്റാൻ എന്താണ് ഒരു വഴി? മറ്റൊരു സംഭവമുണ്ട്. നാഷണൽ മീഡിയ ഇന്ന് രാവിലെ മുതൽ പാടുന്നൊരു കഥയുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയെ അവിടെ കാണാൻ വന്ന ഒരാൾ അറ്റാക്ക് ചെയ്തു. അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയുന്നു. അവർ അഡ്മിറ്റ് ആകുന്നു, അതാകുന്നു, രേഖാസഭ അഡ്മിറ്റ് ആകുന്നു, അതാകുന്നു, ഇതാകുന്നു, എല്ലാം അടിച്ചു വിടുന്ന ഒരു മാനിപ്പുലേറ്റഡ് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസാണ് ഈ സംഭവം. അതായത് ഞാൻ പുറത്തു കൊണ്ടുവന്ന നാരദ സ്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇപ്പോഴത്തെ BJPയുടെ ബംഗാളിലെ നേതാവായ സുധാൻഷു, അതായത് സുബേന്ദു അധികാരി, അവിടുത്തെ പ്രതിപക്ഷ നേതാവ്, BJPയുടെ സ്ട്രോങ് ലീഡർ, അദ്ദേഹം TMCയിൽ ഇരുന്ന സമയത്താണ് ഞാൻ സ്റ്റിങ് ചെയ്യുന്നത്. മുകുൾ റോയ്, അതേപോലെ 6ഓളം സീനിയർ നേതാക്കൾ, ഇവർക്കെതിരെ ഏറ്റവും കൂടുതലാണ് ബഹളം ഉണ്ടാക്കിയത് BJP. കാരണം എൻ്റെ ആ സ്റ്റോറിക്ക് ശേഷം, അതിനുശേഷം ഇവരെല്ലാം BJPയിൽ വന്നു. ഞാനാണ് ഈ പോയി മൊഴി കൊടുത്തത്, EDയിലാണെങ്കിലും CBIയിലാണെങ്കിലും. നിങ്ങൾക്കറിയാം, ഒരു അന്വേഷണവും ഇല്ല പൂർണ്ണമായിട്ടും അവർക്ക്. കാരണം അന്വേഷണം ഫർദർ ഉണ്ടായില്ല. കാരണം അന്വേഷണം ഇനി ട്രയലിലാണ് അത് പോകേണ്ടത്. അത് കേന്ദ്ര സർക്കാർ അപ്രൂവൽ കൊടുത്താലേ അവർക്ക് കോടതിയിൽ ട്രയലിന് പോകാൻ പറ്റത്തുള്ളൂ. മുഴുവനും മരവിപ്പിച്ചു. അവരാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഇത് കറപ്ഷനെതിരെയും മറ്റുള്ള സംഭവത്തിനെതിരെയും. ഇതാണ് തമാശ എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര എടുക്കുക, അശോക് ചൗഹാൻ, അയാളുടെ ഫ്ലാറ്റിൻ്റെ, അതായത് ഡിഫൻസ് ലാൻഡിൽ ഫ്ലാറ്റ് ഉണ്ടാക്കിയ അഴിമതി നിങ്ങൾക്കറിയാം. അജിത് പവാർ, അതേപോലെ ഏക്നാഥ് ഷിൻഡെയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എത്ര പേര്, ഏക്നാഥ് ഷിൻഡെ ഉൾപ്പെടെ എത്രയോളം പേര്, BJPയുടെ നേതാക്കൾ, അജിത് പവാറിൻ്റെ കൂടെയുള്ളവർ, ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? ഇന്ന് ക്യാബിനറ്റിൽ, മോദി ക്യാബിനറ്റിലിരിക്കുന്ന 12ഓളം പേർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ട്. ഇതെന്തെങ്കിലും ഒരു ഫർദർ ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ? ഈ കോൺഗ്രസിന് ഇത്രയും നേതാക്കൾ അങ്ങോട്ട് പോകാനുണ്ടായ കാരണം എന്തുവാ? EDയെ CBIയും പേടിച്ചിട്ട്. കാരണം അത്രമാത്രം അവരെ അങ്ങോട്ട് ചാടിക്കുക, അവർക്ക് ക്ലീനായിട്ട് കൊടുക്കുക, അവരെ MP ആക്കുക, MLA ആക്കുക, മന്ത്രിയാക്കുക, സംഭവം തീർന്നു. എന്തിനാ ഇങ്ങനൊരു ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട്? അത് ഭരണഘടനാപരമായുള്ള മാറ്റമാണ്. അതങ്ങനൊന്നും പാസ്സായി പോകത്തുമില്ല. കാരണം 3-2 ഭൂരിപക്ഷം വേണം. അതെവിടെ ഈ ഗവൺമെൻറ്റിനുള്ളത്? നടക്കാത്തൊരു കാര്യം കൊണ്ടുവന്ന് അല്ലാതെ വലിയൊരു അലമ്പ് സൃഷ്ടിക്കും. അതേപോലെ ഇന്നത്തെ ഡൽഹി മുഖ്യമന്ത്രിയുടെ അടിയും വലിയൊരു സംഭവമാക്കി നാഷണൽ മീഡിയ ഉണ്ടാക്കിയെടുത്ത ഒരു കപട കഥകൾ. ഇതുപോലെ തന്നെയായിരുന്നു ആ ഒരു സമയത്ത് ഈ അണ്ണാ ഹസാരയുടെ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് കോൺഗ്രസ് ഇതേപോലെ കഥകൾ കൊണ്ടുവന്നു. അതും പൊളിഞ്ഞുപോയി. കാരണം ഒരു മൂവ്മെൻറ്റ് നടക്കുകയാണ് ഇന്ത്യയിൽ. ആ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് അതിനെ പൊളിക്കാൻ വേണ്ടി ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ തരികിടകളാണ് ഈ സംഭവങ്ങൾ. അല്ലാതെ ഇതിന് 1% പോലും അവർക്ക് ഇതുമായിട്ട്, കാരണം കറപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ ഒരു കാരണവശാലും കൃത്യമായിട്ട് പറയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറ്റി എനിക്ക് യാതൊരു കറപ്ഷനുമായിട്ട് യാതൊരു സംഭവവും ഇല്ല. കാരണം ഈ ഒരു സംഭവം അയാളെപ്പറ്റി 1% പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ള പല നേതാക്കളും ഉണ്ട്, ഹൈലി കറപ്റ്റഡാണ് പല ആൾക്കാർ. ഇത് മോദിക്കും അറിയാം. ഇത്രയും കള്ളന്മാരെ മറ്റുള്ള പല പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടെ മന്ത്രിസ്ഥാനവും അതും ഇതും ഒക്കെ കൊടുത്തിരുത്തിയേക്കുന്നു. അവർക്കെതിരെ നടക്കുന്ന ഈ ലീഗലായിട്ടുള്ള ആക്ഷൻ എന്തിനാ മരവിപ്പിച്ചേക്കുന്നത്? എത്ര പേർക്കെതിരെയുള്ള കേസുകളാണ് വിഡ്രോ ചെയ്തത്? ഒരു ദിവസം അവിടെ നിൽക്കും വലിയ കേസ്. കാരണം ഞാൻ ഒരു കാര്യം പറയാം, അജിത് പവാറിൻ്റെ കേസെടുക്കാം. അവിടുത്തെ
ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഹ്യൂജ് കറപ്ഷൻ, ഏകദേശം 15,000-20,000 കോടിയുടെ കറപ്ഷനാണ് BJP ഉന്നയിച്ചത്. പോകട്ടെ, അതെങ്ങനെയായാലും CAGയുടെ റിപ്പോർട്ടിൽ വരുന്നുണ്ട്, ഏകദേശം 10,000 കോടിയോളം കറപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് വരെ ക്ലീൻ ചിട്ട് കൊടുത്തു ഒരു ദിവസം കൊണ്ട്. അവർക്കെങ്ങനെയാണ് ഇവിടുത്തെ കറപ്ഷനെ, ഇവിടുത്തെ മന്ത്രിമാരെ പറ്റി മറ്റുള്ളവരെ കറപ്റ്റഡാന്ന് പറയാൻ സാധിക്കുന്നത്? ഇപ്പൊ സത്യേന്ദ്ര ജെയിൻ ആം ആദ്മി പാർട്ടിയുടെ നേതാവാണ്. എൻ്റെ ധാരണ അയാൾ കറപ്റ്റഡായിരുന്നു. ഇപ്പൊ കൂടി CBIയും ED എല്ലാം കോടതി കൊടുത്തു അയാൾ നിരപരാധിയാണെന്ന്. അപ്പൊ എന്തിനാ ഈ ഡ്രാമയൊക്കെ ചെയ്യുന്നത്? ജനങ്ങളെ പൊടിയിടാൻ വേണ്ടിയാണോ? നിങ്ങൾ കറപ്റ്റഡായിട്ടുള്ളവർക്ക് അവർക്കെതിരെ പറയാം, അവർക്കെതിരെ ആക്ഷൻ എടുക്കുക. അവർക്കെങ്ങനെ ക്ലീൻ ചിട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് കഴിഞ്ഞിടയ്ക്ക് സുപ്രീം കോർട്ട് പറഞ്ഞൊരു അതിൻ്റെ ആർഗ്യുമെന്റ് നടന്നു. സുപ്രീം കോടതി ചോദിച്ചൊരു സംഭവമുണ്ട്, അതായത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് എന്താ ചോദിച്ചത്? ഒരാൾക്ക് ED നോട്ടീസ് കൊടുക്കുന്നു, അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏതെങ്കിലും ഒരു അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ഒരു അഡ്വക്കേറ്റിനെ കാണുക എന്നുള്ളത്. അത് ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ലീഗൽ അഡ്വൈസറെ പെട്ടെന്ന് അയാൾക്ക് നോട്ടീസ് കൊടുക്കുന്നു. പിന്നീട് സുപ്രീം കോടതി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സുപ്രീം കോടതിയിൽ ക്ഷമ പറയുകയും ഈ കൊടുത്ത നോട്ടീസുകൾ തിരിച്ചു വാങ്ങുകയും ചെയ്തു. ഇനിയും ചോദിക്കട്ടെ, വേറെ കാര്യം ചോദിക്കുക, എത്ര ശതമാനം ED കേസുകളാണ് ഈ കൺവിക്ഷൻ ഉണ്ടായത്? അതായത് 1% താഴെ. ഇപ്പം ഇത് മുഴുവനും പടക്കമായിരുന്നു. അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഏജൻസി എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? പൊളിറ്റീഷ്യൻസിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പം എത്രയോ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീഷ്യൽസ് ഉണ്ട്. എന്താണ് മോദി ഗവൺമെൻറ് പറയുന്നത്? 0 ടോളറൻസ് കറപ്ഷൻ. ഉറപ്പായിട്ട് ഞാൻ മോദിയെ പറ്റി പറയുന്നില്ല, പക്ഷെ ഇത്രയും പേര് കള്ളന്മാർ വന്നിട്ടുണ്ട്. ഇവരെല്ലാം ഒരു കറപ്ഷൻ ഇപ്പോൾ നടത്തുന്നില്ല എന്ന് തന്നെയാണോ ഗവൺമെൻറ് പറയുന്നത്? അപ്പം ഈ ബില്ല് കൊണ്ടുവന്നൊരു ഉദ്ദേശം എന്തുവാ? ഒന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ യാത്ര അത് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ അതിനെ നോക്കുകയാണ്. അപ്പം അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി പാർലമെന്റ് ഒരു ഡ്രാമ ഉണ്ടാക്കുക. അത് കൃത്യമായിട്ട് നടന്നു, പക്ഷെ അത് ചീറ്റിപ്പോയി. അതേപോലെ ഡൽഹി മുഖ്യമന്ത്രി ഡ്രാമയുണ്ടാക്കി. ഇതേപോലെയുള്ള ഡ്രാമകൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ, ഡൽഹി നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഡ്രാമ കൊണ്ടൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തും ഇത് ഡ്രാമയാണ്. കാരണം ഇതേപോലെ ഡ്രാമ കോൺഗ്രസും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യ ഭരിച്ചപ്പോൾ നടത്തി ഫ്ലോപ്പായി പോയതാ. ഇതൊരു ഫ്ലോപ്പ് ഷോയാണ് ബേസിക്കലി. അതായത് യഥാർത്ഥ ഇഷ്യൂ, വോട്ടേഴ്സുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, അതിൽ നിന്ന് മാറ്റുവാൻ വേണ്ടി, ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ചെയ്യുന്ന സംഭവം. യഥാർത്ഥ ഇഷ്യൂ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഇഷ്യൂ ആണ്, ഇന്ത്യയിലെ വോട്ടേഴ്സിൻ്റെ ഇഷ്യൂ ആണ്, അവരുടെ വാല്യൂ ആണ്. കാരണം ഒരു ചെറിയ വോട്ട് പോലും, ഒരു പാവം പിടിച്ചവൻ്റെ വോട്ട് പോലും ഇന്ത്യയിൽ വാല്യൂ ഉണ്ട്. അതിൽ നിന്ന് മാറ്റാൻ കാണിക്കുന്ന ഗിമിക്സ്, അതിന് ഓരോ നരേറ്റീവ്സും, ഇവരുടെ 60% ഫേക്കായിട്ടുള്ള ഹാൻഡിലേഴ്സിൽ നിന്ന് കള്ളത്തരം നരേറ്റീവ് സ്റ്റോറീസ് ഓരോന്നായിട്ട് വരുന്നു. ഇതൊക്കെ കാണുന്ന സാധാരണക്കാരനൊക്കെ അറിയാം, ഇതൊക്കെ കപടതയും കള്ളവും മാത്രമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് പറയുന്നു. ഇതെത്ര നാൾ മുന്നോട്ട് പോകും? കാത്തിരുന്ന് കാണുക എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതേപോലെയുള്ള കള്ള ഡ്രാമകൾ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും.